ഇന്നത്തെ സ്പെഷ്യൽ വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ. തിരുവനന്തപുരത്തിൻ്റേത് മാത്രമായിട്ടുള്ള വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ. നമുക്ക് വിഴിഞ്ഞം ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫുൾ കോഴി ഞാൻ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചതച്ചത്, കൊച്ചുള്ളി, കോൺഫ്ലവർ, നാരങ്ങ നീര്. ഇതിലേക്ക് 4 ടൈപ്പ് ഇലകൾ വേണം. ഒന്ന് രമ്പ ഇല, മല്ലി ഇല, പുതിന ഇല, കറിവേപ്പില സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ആദ്യം നമുക്ക് ഫ്രൈക്ക് ആവശ്യമായ ചിക്കനെ വരഞ്ഞ് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്ത് വയ്ക്കാം. അത്യാവശ്യം ഡെപ്തിൽ വരഞ്ഞു കൊടുക്കണം. ഇതിനകത്ത് ഈ മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ചിക്കൻ്റെ പീസുകളെല്ലാം നമ്മളെടുത്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് കാശ്മീരി ചില്ലി, ഇതിനാവശ്യമുള്ള ഉപ്പ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് വിരവി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ ഓരോന്നായിട്ടിട്ട് കൊടുക്കുക. ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി, ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, നല്ല എരിവുള്ള പച്ചമുളകും ഒരു 10 കൊച്ചുള്ളി, രണ്ടും കൂടെ ക്രഷ് ചെയ്തതാണ്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് വിരകി കൊടുക്കുക. കുറച്ച് ചതച്ച വറ്റൽമുളക്, ഒരു നാരങ്ങയുടെ നീര്, ലേശം കോൺഫ്ലവർ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഗരം മസാല പൊടിച്ചത്, പെരിഞ്ചീരകം പൊടിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഇടുകയാണ്. മല്ലിയില, പുതിന ഇല, രമ്പ ഇല, കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മേളിലൊന്ന് ഒഴിച്ചു കൊടുക്കും. ഇനി നല്ല രീതിയിലൊന്ന് തിരുമ്മി ഇതിലൊന്ന് പിടിപ്പിക്കണം. പീസിനേക്കാളും കൂടുതൽ പൊടിയായി. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റിന് വയ്ക്കാം. ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചിക്കൻ വറുത്ത് പോകാം. ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഈ ചിക്കൻ എണ്ണയിൽ ഇടുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട്. ഈ ചിക്കനിലുള്ള പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി ഒന്ന് ഒതുക്കി മാറ്റി വയ്ക്കണം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. കഷ്ടിച്ച് 4 പീസാണ് ഇടാൻ പറ്റിയിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഓരോ പീസും വേവുന്നതനുസരിച്ച് മാറ്റി വെച്ച കുറച്ച് പൊടി ഇതിൻ്റെ മേളിലൂടെ ഒന്ന് ഊറ്റി കൊടുക്കണം. വിഴിഞ്ഞം ചിക്കൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഈ സാധനം എണ്ണയിലൊന്ന് കരിഞ്ഞു പോകാൻ പാടില്ല. നമുക്കിനി ആദ്യം ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് കോരി മാറ്റാം. ഇന്നെടുത്ത് മാറ്റാം. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ആ പൊടിയും അങ്ങനെ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ കോയിൻ പൊറോട്ടയാണ്. കോയിൻ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ആയിട്ട് കഴിച്ച് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.